ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് മാങ്ങ പിക്കിൾ, അതായത് നമ്മുടെ മാങ്ങ വെള്ളക്കിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഈസി റെസിപ്പിയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ഡിഷാണെന്ന് എനിക്കറിയാം. അന്നേരം മാങ്ങ വെള്ളക്കിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഓരോന്നും എന്നെ എഴുതി അറിയിക്കുക. അന്നേരം മാങ്ങ ഈ വെള്ളയ്ക്ക് ഇടുന്നതെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് മാങ്ങ ഇടുന്നത്. അതായത് ഒന്ന് നമ്മൾ സാധാരണയായിട്ട് റെഡ് കളറിലിരിക്കുന്ന അച്ചാറും, ഒന്ന് ഇതേപോലെ ഇരിക്കുന്നു. എൻ്റെ കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടോ? അത് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിൻസീസ് ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കടുമാങ്ങ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ ഇപ്പം വെള്ളയ്ക്കിടാൻ വേണ്ടി മാങ്ങ ഞാൻ എടുത്തു. ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതേപോലെ തൊലി കളയാതെയും വേണമെങ്കിൽ നമുക്ക് വെള്ളക്കിടാൻ പറ്റും. ഞാൻ ഇച്ചിരി ജസ്റ്റ് തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പച്ച മാങ്ങായി നമുക്ക് വെള്ളക്കിടാം. ഞാനിത് ജസ്റ്റ് ഒന്ന് പഴുത്ത മാങ്ങയാണ്. എനിക്ക് അതിൻ്റെ ഒരു പഴുപ്പും ഒരു പഴുത്ത ഒരു നല്ലൊരു മധുരവും അതുപോലെ തന്നെ ഇച്ചിരി ഒരു പുളിയും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ പരുവത്തിലുള്ള മാങ്ങ വെള്ളക്കിടാൻ തീരുമാനിച്ചത്. അന്നേരം നിങ്ങൾ ഇങ്ങനത്തെ പരുവത്തിലുള്ളൊരു മാങ്ങ എടുത്തൊന്ന് ഇട്ട് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അന്നേരം ഇത് കണ്ടോ, മാങ്ങ ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ പൂളി വെച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നേരെ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂളി വെക്കാം. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നിങ്ങൾ അരിഞ്ഞു വെക്കാം. കണ്ടോ, മാങ്ങ എടുത്ത് പിന്നെ നമ്മുടെ ഈ മാങ്ങ വെള്ളക്കിടുന്നതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, പഴുത്ത കാന്താരി എടുത്തിട്ടുണ്ട്, പച്ച കാന്താരി എടുത്തിട്ടുണ്ട്. പഴുത്ത കാന്താരിയുടെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പഴുത്ത കാന്താരി എടുത്തത്. പിന്നെ കറിവേപ്പിലയും. ഇനി ഞാനൊരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ ചേർത്തേക്കുന്നത് നമ്മുടെ എള്ളെണ്ണയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അതേപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മൾ കണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ വഴറ്റണം, കാരണം അതിലെ ജലാംശം എല്ലാം പറ്റി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊന്നും ഒട്ടും വെള്ളമില്ലാതെ വേണം അത് കുക്ക് ചെയ്യാൻ. വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ നമ്മുടെ പിക്കിൾ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും. ഇനി നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടു, എന്ത് ഭംഗിയല്ലേ? അതാണ് അതിൻ്റെ ഇത്. അന്നേരം നമുക്ക് കാന്താരി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാന്താരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് പൊട്ടും. ഓരോ കാന്താരിയും പൊട്ടും. അന്നേരം പൊട്ടാൻ നേരം നമ്മൾ ഇത് ജസ്റ്റ് നമ്മുടെ പാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് വീണ് ബേൺസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടോ, പൊട്ടി തുടങ്ങുന്നുണ്ടോ? എന്നിട്ട് വളരെ സൂക്ഷിച്ചിടാൻ കാന്താരി ഇതുപോലെ ചേർത്ത് വഴറ്റാൻ നേരം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, പച്ചമുളക് ചേർത്താലും മതി. പിന്നെ കാന്താരി ആണെങ്കിൽ അതിന് ഒന്നുകൂടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കായമാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത്. കായം ഞാനിവിടെ 1.5 ടീസ്പൂൺ കായവും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് പൊടിയൊക്കെ ചേർക്കാൻ നേരം നമ്മുടെ തീ ഒന്ന് സിമ്മാക്കിയിടണം. ബിക്കോസ് ഇത് പെട്ടെന്ന് ഈ തീ കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടെന്ന് കയറി കരിഞ്ഞ് കറുത്ത് പോകും. അതുകൊണ്ട് തീ ഒന്ന് സിമ്മാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അതിൻ്റെ കളറ് പോകത്തില്ല, നമുക്ക് ആ തനി മഞ്ഞ കളർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് തീയൊക്കെ സിമ്മാക്കി ഇട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറിയതും നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിന്, അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇനി എന്നെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയിലേക്ക് ഈ മസാലയും നമ്മുടെ കായവും അതേപോലെ ഉപ്പും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം മാങ്ങ, എന്നാൽ മാത്രമേ നമ്മുടെ ഈ പിക്കിൾ കുറച്ചൊന്നും ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ കുറേ നാൾ നമുക്ക് എത്ര വേണമെങ്കിലും പൂക്കാതിരുന്നോളും കേട്ടോ. അതിൽ വെള്ളമെല്ലാം മാറി നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മാങ്ങ നല്ല പച്ചയ്ക്ക് കടിക്കുന്ന ഇഷ്ടമുള്ളവർ വെള്ളക്കിടുമ്പം പച്ച ഇച്ചിരി കടി വേണമെന്നുള്ളവർ ഒരുപാടിട്ട് വഴറ്റണ്ട.
ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വിനാഗിരിയും ഒഴിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനിത് എനിക്ക് ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒരു സോഫ്റ്റർ സൈഡിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ വഴറ്റുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയപ്പം ജസ്റ്റ് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എത്രമാത്രം മാങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ മഞ്ഞൾപ്പൊടിയും നമ്മുടെ കായത്തിൻ്റെ പൊടിയുടെയും എല്ലാത്തിൻ്റെയും അളവൊന്ന് ക്രമീകരിക്കണം. നമ്മൾ എത്രമാത്രം മാങ്ങ എടുക്കുന്നു അതിനനുസരിച്ച്. ഇപ്പം ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉലുവാപ്പൊടി ചേർക്കും. അത് ഞാൻ ഇച്ചിരിയും കൂടെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ മാങ്ങാച്ചാറിന് ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഈ വിനാഗിരിയും ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കണ്ടോ. ചൂടായി നല്ല ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നത്, ഒരിക്കലും നമുക്കിതിൻ്റെ അകത്ത് ചാറ് വേണമെന്നുള്ളവർ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുതേ. അന്നേരം പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ, അല്ല തിളച്ച വെള്ളം വേണം ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ പിക്കിൾ കുറേ നാൾ ഇരിക്കത്തുള്ളൂ. പിന്നെ മാങ്ങ പിക്കിളിൻ്റെ ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. പച്ചവെള്ളം ഒഴിക്കുന്നെങ്കിൽ ഒരു പച്ച ചൊവയിരിക്കും. ഓക്കെ, അതുകൊണ്ട് പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. തിളച്ച വെള്ളം മാത്രമേ നമ്മളിങ്ങനെ ചാറ് നീട്ടിയെടുക്കുന്ന ഈ വെള്ളക്കിടുമ്പോൾ അച്ചാറിനകത്ത് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഉപ്പും രുചിയും എല്ലാം നോക്കുക. അതിനനുസരിച്ച് വേണമെങ്കിൽ എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ വെള്ളക്കിടുന്ന മാങ്ങ അച്ചാറിൻ്റെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ഇനി എന്തോ ചപ്പാത്തി എന്താണ് ഇഷ്ടമുള്ളത് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട നല്ലപോലെ ഗ്ലാസ് ബോട്ടിലുകളിൽ മാത്രം, അല്ലെങ്കിൽ ഭരണിക്കകത്ത് മാത്രം മാങ്ങാച്ചാറുകൾ സ്റ്റോർ ചെയ്യാവൂ. നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലേക്ക് നമുക്ക് ഈ മാങ്ങ അച്ചാർ പിക്കിളൊന്ന് തണുത്തതിന് ശേഷം മാറ്റാവുന്നതാണ്. ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് നമുക്കിത് തണുത്തതിന് ശേഷം അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം, പുറത്ത് വേണമെങ്കിലും ഇരുന്നോളും, പൂക്കാതിരിക്കും. ഒട്ടും നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി വേറൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.